ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമുക്കിപ്പോൾ മഴ കാരണം ഒരുപാട് അവധികൾ കിട്ടുന്നുണ്ട് അല്ലേ? ഇപ്പോൾ കളക്ടറിന്റെ പേജിലായിരിക്കും ഒരുപാട് മക്കൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുക. ഒന്ന് നന്നായിട്ട് മഴ പെയ്താൽ നാളെ അവധി കിട്ടുമോ എന്ന് നോക്കിയിട്ട് എല്ലാവരും അവിടെ പോയിട്ട് ഇരിക്കാറുണ്ട്. നമുക്ക് ആ കിട്ടുന്ന അവധികൾ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത്, ഈ അവധി ദിനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് അവധി തരുന്നത്? ഈ കാര്യം രക്ഷിതാക്കളും കൂടെ ശ്രദ്ധിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ, മഴ കാരണം നമുക്ക് അവധി തരികയാണ്. നമ്മുടെ മക്കൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അവധി തരുന്നത് എന്തിനാന്ന് വെച്ചാൽ, കുട്ടികൾ വെള്ളമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും അപകടങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ദിവസം ലീവ് കൊടുത്തോ ഈ കുട്ടികളെല്ലാം തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ചാടാനും മറിയാനും മറ്റു പരിപാടികൾക്ക് വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ ഒരുപാട് പേടി തോന്നാറുണ്ട്. പലപ്പോഴും പല ആളുകളും മത്സരിച്ചുകൊണ്ടെല്ലാം വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുകയുണ്ടായി. പന്തയം വെച്ചിട്ട് ഏതോ ഒരു കുട്ടി എന്ത് ചെയ്തു, നീന്തി നമ്മുടെ പുഴ നീന്താൻ വേണ്ടിയിട്ട് നോക്കി, അതിനിടയിൽ പെട്ടുപോയി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് സ്ഥിരമായിട്ട് എല്ലാ മഴക്കാലത്തും നമ്മൾ കാണുന്നതാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ, ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ ഒരിക്കലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ കിട്ടുന്ന അവധികൾ എന്ന് പറയുന്നത്. സോ ഈ ദിനങ്ങൾ മക്കളെല്ലാവരും സുരക്ഷിതമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണം. രക്ഷിതാക്കൾ ആ കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. മറ്റ് ദിനങ്ങളെ പോലെയുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മക്കളെ വിടരുത്. ഒരുപാട് അസുഖങ്ങൾ മാത്രമല്ല, ഒരു പക്ഷേ അവർ തന്നെ നമുക്ക് നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായേക്കാം. അത് മക്കളോട് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അവർ കളിക്കുന്ന പ്രായമാണ്, അവർ ചാടിക്കളിക്കുന്ന പ്രായമാണ്, അവർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട സമയമാണ്. ഇതെല്ലാം അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സമയമാണ്. പക്ഷേ നമ്മളാണ് അവരെ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളെ, നിങ്ങളും കൂടെ ശ്രദ്ധിക്കണം ഈ കാര്യമെന്ന് പറയുന്നത്. നമുക്കൊരുപക്ഷെ നന്നായിട്ട് നീന്താൻ അറിയാമായിരിക്കും, പക്ഷേ എല്ലാ വെള്ളക്കെട്ടുകളും നമുക്ക് നീന്തി കയറിക്കൊള്ളണമെന്ന് ഒരു ഉറപ്പുമില്ലാത്തതാണ്. നമ്മളൊരു ചുഴയിൽ പെട്ടാലേ എണീറ്റ് വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര നീന്താൻ അറിയാമെങ്കിലും നീന്തം പഠിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങണം, മണ്ണിൽ കളിക്കണം, ഇതെല്ലാം ശരിയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ ആവേശം കാണിക്കരുത്. നമ്മുടെ ബെറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടോ പന്തയം വെക്കുന്നതിന് വേണ്ടിയിട്ടോ വെള്ളക്കെട്ടുകളിലേക്ക് ഒരിക്കലും ഇറങ്ങരുത്. നമ്മുടെ ശരീരം നമ്മൾ തന്നെ നോക്കേണ്ടതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ ഈ കാര്യം എൻ്റെ മക്കൾ മറന്നിട്ടാവരുത്. ഓരോ അവധികളും നിങ്ങൾ ആഘോഷിക്കുന്നത്. അവധി ദിനങ്ങൾ വീട്ടിലിരുന്നു. ഈ വീട്ടിലിരുന്നിട്ട് നിങ്ങൾ പഠിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ മറ്റു ഹോംവർക്ക് കാര്യങ്ങൾ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേ വെള്ളക്കെട്ടുകൾ അപകടകരമാണ് എന്ന കാര്യം മറക്കാതിരിക്കുക.